ചന്ദ്രനിൽ ചരിത്രമെഴുതിയിരിക്കുകയാണ് ബ്ലൂ ഗോസ്റ്റ് ലാൻഡർ. അമേരിക്കൻ കമ്പനിയായ ഫയർഫ്ലൈ എയ്റോസ്പേസിന്റെ ബ്ലൂ ഗോസ്റ്റ് ലാൻഡറാണ് ഈ ചരിത്ര ദൗത്യത്തിന് പിന്നിൽ. ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡറാണ് ബ്ലൂ ഗോസ്റ്റ് ലാൻഡർ. ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാക്കുന്ന ആദ്യത്തെ സ്വകാര്യ ലാൻഡറും ബ്ലൂ ഗോസ്റ്റ് തന്നെയാണ്. ഫയർഫ്ലൈ എയ്റോസ്പേസ് കമ്പനിയാണ് ബ്ലൂ ഗോസ്റ്റ് ലൂണാർ ലാൻഡറിന്റെ നിർമ്മാതാക്കൾ. ബ്ലൂ ഗോസ്റ്റ് ചന്ദ്രനെ തുരന്ന് സാമ്പിൾ എടുക്കുകയും ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന്റെ എക്സ്റേ ചിത്രീകരിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:04 ലാൻഡിംഗ്. 63 മിനിറ്റ് നീണ്ടു നിൽക്കുന്നതായിരുന്നു ലാൻഡിംഗ് പ്രക്രിയ. ആർതർ സി ക്ലാർക്കിന്റെ വിഖ്യാത സയൻസ് ഫിക്ഷൻ കഥ ദി സെന്റിനലിലൂടെ പ്രസിദ്ധമായ മേർക്രിസിയം ഗർത്തത്തിലാണ് പേടകം ഇറങ്ങിയത്. നാസയുടെ സഹകരണത്തോടെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ കമ്പനിയായ സ്പേസ് എക്സ് വിക്ഷേപിച്ച ഇരട്ട ചാന്ദ്ര പരിവേഷണ ആളില്ലാ പേടകങ്ങളിലൊന്നാണ് ബ്ലൂ ഗോസ്റ്റ്. 45 ദിവസം സമയമെടുത്താണ് ബ്ലൂ ഗോസ്റ്റ് ചന്ദ്രനിൽ ഇറങ്ങിയത്. ജനുവരി 15-ന് ഫാൽക്കൺ 9 റോക്കറ്റിലാണ് പേടകം വിക്ഷേപിച്ചത്. നാസയിൽ നിന്ന് 10 പേലോഡുകളും ദൗത്യത്തിന്റെ ഭാഗമാണ്. സ്വകാര്യ ലാൻഡറുകളെ കരാറടിസ്ഥാനത്തിൽ ചന്ദ്രനിലേക്ക് അയക്കുന്ന നാസയുടെ CLPS പദ്ധതിയുടെ ഭാഗമാണ് ബ്ലൂ ഗോസ്റ്റ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.